ഭാര്യ വേണം ഹോട്ടലിൽ മേടിച്ചോണ്ട് ഇവിടെ എന്നെ ഭരിക്കാനും എന്നെ മറ്റൊരക്ഷരം ഇവളുമായിട്ട് ഞാൻ യാതൊരു സഹകരണമില്ല. ഇവളും എന്നോട് വിദ്യയിച്ചിരുന്നു. പിന്നെ പറയരുത് അയ്യോ പാവം അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നിനക്കാ ചവിട്ടി തീർന്നു. ഞാനതെല്ലാം കളഞ്ഞു. എല്ലാം ഞാൻ സഹിച്ചു പോട്ടെന്ന് പിന്നെ ആ പാവത്തിന്റെ വായുണ്ടായി വീണ വാചകങ്ങളില്ല. മറുപടി പറയാതിരിക്കുവോ? ആ ചത്ത് കിടക്കുന്ന മറുപടി പറയാതിരിക്കാൻ. ഞാൻ 19 വയസ്സാക്കി രണ്ടാമത് കെട്ടിച്ചോണ്ട് വന്നപ്പോഴേ എന്നെ ഊളംപാറയിലായിരുന്നു. എനിക്ക് ഊറിക്ക് ചൂടാ മലന്റെ കിടക്കാവുന്ന. അതേസമയം തന്നെ നമ്മൾ ഈ യുദ്ധം തുടരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ശ്രമിക്കേണ്ടതുണ്ട്. നടക്കത്തില്ല. പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല. കാരണം ഇദ്ദേഹം ഈ യുദ്ധത്തിന്റെ ഒരു പരിണിത ഫലം എന്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹം തന്നെ പിൻവലിക്കുന്ന ഊളംപാറയില കണ്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്നേച്ച് വരുമ്പോഴേ ഭർത്താവിന്റെ ഇടയ്ക്ക് ചൊറിഞ്ഞേച്ചിരിക്കുമ്പോ പരിപാലിച്ച് 5 വട്ടത്തെയായി ഊണ് പരിപാലിച്ചങ്ങ് നുള്ളി കൊടുക്കാമെങ്കിൽ അമ്മേന്ന് വിളിക്കും, ഇല്ലെങ്കിൽ ഗാന്ധിന്ന് വിളിക്കും. ഭർത്താവിനെ നീ എന്ന് വിളിക്കും, അയാളെന്ന് വിളിക്കും. നീ പോടാ. ലോകത്ത് മനുഷ്യരെ ശങ്കിച്ചും ദൈവത്തെ ഭയന്ന് ജീവിക്കും. പെണ്ണ് പെണ്ണല്ലയോ? നീ വിചാരിക്കും 2 മുടി ഇങ്ങോട്ട് പിടിച്ചിട്ടപ്പോ നല്ലതാണ്. കുരങ്ങ് പോലും തിരിഞ്ഞു നോക്കത്തില്ല. ഇപ്പം നോക്കും, ഇപ്പൊ കവിടെ വയറും തള്ളി ഉണക്കി പറഞ്ഞ് അന്നേ അവൻ പറഞ്ഞു വീണ്ടും വരുമ്പോ മേലോട്ട് കയറുന്നു. ഖബനയുടെ വധത്തോട് പോലും ഇന്ത്യ പ്രതികരിച്ചത് ദിവസങ്ങൾ വൈകിയാണ്. അത് വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു. ഈ ഉണങ്ങിക്കിടന്ന എല്ലാം കുന്നു വരുമ്പോ പയ്യെ പയ്യെ പൊങ്ങും. ശ്രീനിവാസൻ സൂചിപ്പിച്ച ഒരു സാഹചര്യത്തോട് എങ്ങനെ പ്രതികരിക്കണം നീ മേലിൽ നമുക്ക് ഇവിടുന്ന് കൊഞ്ഞു കുത്തുന്നതോ അതെങ്ങനെ അല്ല അതെ ബൂറി മോളെ, നീ എന്നെ കൊഞ്ഞനെ കുത്തി കാണിക്കരുത്. ബൂറി മോളെ, നിന്റെ അമ്മച്ചി പൂറ്റിന്റെ ഇടയിട്ട് കൊഞ്ഞനെ കുത്തടി. ബൂറി മോളെ, നീ എന്നെ കൊഞ്ഞനെ കുത്തി കാണിക്കുന്നു. മയിലെ എന്റെ വക തിന്നുകൊണ്ട് തിന്ന് വയറി കാടിയപ്പോ നീ എന്നെ കൊഞ്ഞനെ കുത്തി കാണിക്കുന്നു. നീ എന്നെ കൊഞ്ഞനെ കുത്തി കാണിക്കുന്നു. വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് കൊഞ്ഞനെ കുത്തി കാണിക്കുന്നു. അവളെ പോലെ ഇരിക്കാന്നോ ഞാൻ? എനിക്ക് വരുമ്പേ പൊക്കിയിരിക്കുന്നോണം. ഈ 3 രാജ്യങ്ങളോടും ഗൾഫിലുള്ള യുദ്ധം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ നമ്മൾ കെയർഫുള്ളായി ഈ 3 രാജ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. വലിയ കാര്യമല്ല. രാജ്യങ്ങളുടെ മേലുള്ള ഏതാക്രമണവും ഇന്ത്യയുടെ ഒരു പ്രദേശത്തിന് നേരെയുള്ള ആക്രമണമായി തന്നെ ഇന്ത്യ കാണുകയും ഇടപെടുകയും ചെയ്യണമെന്നാണ്. കാരണം ഏതാണ്ട് 90 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് മറ്റു രാജ്യങ്ങളിലുള്ളത്. ഒരു ഇൻഡിപെൻഡന്റ് രാജ്യത്തിന്റെ ശക്തിയാണ്. ഇതിൽ കുറച്ച് പോപ്പുലേഷനുള്ള 10-17 രാജ്യങ്ങൾ ഇൻഡിപെൻഡന്റ് രാജ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇസ്രയേലിനോടോ അമേരിക്കയോടോ ഇറാനോടോ യാതൊരു വിരോധവുമില്ല. നമ്മളത് എങ്ങനെയെങ്കിലും അപ്പൊ തീർച്ചയായിട്ടും നമ്മളത് എടുത്തു പറയേണ്ടതാണ്. ഇത് ഇന്ത്യയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഞങ്ങൾ വളരെ സൂക്ഷ്മമായി മാത്രമേ ഇതിൽ ഇടപെടാറുള്ളൂ എന്നുള്ള ഒരു അറിവ് നമുക്കും നമ്മുടെ ഓപ്പോസിഷനും ഉണ്ടായിരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. നീ ഇതിന്റെ അനുഭവിച്ചില്ല കണ്ടു. നീ ഇത് വല്ല ഇതിന്റെ അപ്പുറം അനുഭവിക്കുന്നു. നീ കണ്ടു. നീ ദിവസങ്ങൾക്കാണ് നീ അനുഭവിച്ചു. ഞാനാണ് ആരാണ്ടോ ഇവിടെ ഞാൻ മൊബൈൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടിരിക്കുക.
ഒരു പരിപാടി കണ്ണ് കാണാൻ വയ്യാത്തതിൻ്റെ കണ്ണ് കാണിക്കാൻ പോവുക. ഞാൻ ഒരു കണ്ണിന് കാഴ്ച കുറവാണ്.